ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ലൈക്കൻ ഓളൊന്ന് അമർത്താനും മറന്നു പോകരുത്. ബെല്ലൈക്കൻ അമർത്തിയാൽ പുതിയ പുതിയ വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തുകയുള്ളൂ. അപ്പോൾ തൊട്ടടുത്ത ലൈക്കും കൂടി അടിക്കാൻ മറന്നു പോകരുത്. ലൈക്ക് മിക്കവരും അടിക്കാറില്ല. ലൈക്ക് കാണിക്കാൻ നിങ്ങൾ പിശുക്ക് കാണിക്കണ്ട. നിങ്ങൾ ഒന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്, പ്ലീസ് ഒന്ന് അടിച്ചേക്ക്. നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടാൻ വേണ്ടി നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വിമറാൾ എന്തിനാണ് നമ്മൾ കോഴികൾക്കും പശുവിനും ആടിനും ഒക്കെ കൊടുക്കുന്നത്, അത് കൊടുക്കുന്നതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്, എപ്പോൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ശരിക്കും ഈ വിമറാൾ കൊടുക്കുന്നത് ഈ കോഴികൾ ഒരുപാട് ലോങ്ങിന്ന് വരുന്ന കോഴികളുണ്ടാവുമല്ലോ. ഇപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ ഷോപ്പിലൊക്കെ വരുന്ന കോഴികൾ ഒരുപാട് ലോങ്ങിന്ന് വരുന്ന കോഴികളായിരിക്കും. അവർ നമ്മൾ കൊണ്ടുവന്ന് ഇറക്കുമ്പോഴത്തേക്കും അവർക്കൊരു സ്ട്രെസ് ഉണ്ടാവും, കാരണം അവർക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ആ ക്ഷീണം അകറ്റാൻ വേണ്ടിയാണ് കൂടുതലും ഈ വിമറാൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ വിമറാൾ കൊടുക്കുമ്പോഴത്തേക്കും കോഴികൾക്ക് കൂടുതൽ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ ഒരു റിലാക്സ് കിട്ടാൻ വേണ്ടിയും അവരൊരു ബോഡി ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയാണ് കൂടുതൽ ഇത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് വൈറ്റമിൻ എയും വൈറ്റമിൻ D3, വൈറ്റമിൻ ഇ, വൈറ്റമിൻ B12 ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ എ ആണ് ഇതിൻ്റെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ എ എന്തിനൊക്കെ വേണം നമുക്ക് ഉപകാരപ്പെടുന്നതെന്ന് വെച്ചാൽ എല്ലുകളുടെ വളർച്ച, കാഴ്ചശക്തി, കോഴികളുടെ വളർച്ച, പ്രതിരോധ ശക്തിക്കൊക്കെയാണ് വൈറ്റമിൻ എ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈറ്റമിൻ D3 എന്ന് വെച്ചാൽ കാൽസ്യക്കുറവ്, മുട്ട കുറഞ്ഞു പോണതിന്, മുട്ടേനെ തൊണ്ട് കട്ടിയാവാൻ, കോഴിയുടെ കാലിങ്ങനെ വളഞ്ഞു പോകുന്നതിനൊക്കെയാണ്, അതൊക്കെ തടയുമെന്നാണ് വൈറ്റമിൻ ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ മസിൽ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് തടയും. പിന്നെ പ്രതിരോധ ശക്തി കൂട്ടും. B12 നരമ്പ് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്ന തടയും, കാല് തളർച്ച ഉണ്ടാകുന്ന തടയും. പിന്നെ കോഴികളൊക്കെയാണ് തൂവൽ കോഴിയൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ തടയും. പിന്നെ മുട്ടയുടെ വലിപ്പം കൂടും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ കമ്പനി ഇത്രയും ഇതിന് പറയുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ഡെയിലി കൊടുക്കണമെന്നും പറയട്ടെ. ഇത്രയും വൈറ്റമിൻസ് ഉണ്ടല്ലോ, നല്ലതല്ലേ, നമുക്ക് കോഴിക്ക് ഡെയിലി കൊടുക്കാം എന്ന് കരുതി നിങ്ങൾ ഡെയിലി ഒന്നും ഇതെടുത്ത് കൊടുത്തേക്കരുത്. ആഴ്ചയിൽ 2 ദിവസം മാത്രം അങ്ങനെ കൊടുത്താൽ മതി. ആഴ്ച 1-2 ദിവസം കൊടുത്താൽ മതി. കൂടുതലും മെഡിസിൻ എപ്പോഴും നമ്മുടെ നല്ലതാണ് എന്നും പറഞ്ഞ് മെഡിസിൻ തന്നെ എപ്പോഴും കൊടുക്കണമെന്നില്ല. നമുക്ക് നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളും വൈറ്റമിനായിട്ട് നമുക്ക് കൊടുക്കാം. പ്രത്യേകിച്ച് നമുക്കതിൽ വൈറ്റമിനായിട്ട് കൊടുക്കാൻ പറ്റിയത് മുട്ടത്തൊണ്ട്, അതുപോലെ കക്കാൻ്റെ തൊണ്ടുണ്ടല്ല, ഇത്തിലി, അത്, പിന്നെ പ്രാവുകൾക്ക് കൂടെ ബിറ്റ് എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഇതുപോലെ വൈറ്റമിനായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചത് ഈ വിമറാളിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചല്ലേ. അപ്പോൾ വിമറാളിന് ഇത്രയും കാൽസ്യങ്ങളും വിറ്റമിൻസും ഒക്കെ ഉണ്ട്. പിന്നെ വിരമരുന്ന് കൊടുക്കുമ്പോൾ നമുക്കിതിൻ്റെ വിരമരുന്നിൻ്റെ ഒപ്പം ഇത് കൊടുക്കാം. അതുപോലെ ആൻറ്റിബയോട്ടിക്കൊക്കെ കോഴിക്ക് കൊടുക്കൂലേ, അപ്പോൾ ആ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന സമയത്തും നമുക്ക് ഇതുപോലെ കാൽസ്യം മരുന്ന് ഇത് കൊടുക്കാം. പിന്നെ കോഴികൾക്ക് നമ്മൾ ഒരു സപ്ലിമെൻ്റ് എന്ന പോലെ നമുക്കൊരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പിന്നെ ഇത് വെച്ചാൽ കൊടുക്കേണ്ട അളവ് അതിൻ്റെ അകത്ത് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാറ്റിലിന്, ഗോട്ടിന്, ചിക്കൻ, ചെറിയ കോഴിക്കുഞ്ഞിന്, പിന്നെ കുറച്ചുകൂടി ഇടത്തരമുള്ള കോഴിക്ക്, അതുപോലെ പിന്നെ മുട്ടയിടുന്ന കോഴിക്ക്, അങ്ങനെയാണ്. അപ്പോൾ ചെറിയ കോഴിക്കുഞ്ഞ് കൊടുത്തേക്ക് പറഞ്ഞേക്കണത് 100 എണ്ണത്തിൻ്റെ അളവാണ് ഇവർ പറയുന്നത്. 100 കോഴിക്ക് അല്ല 100 പക്ഷിക്കൊക്കെ ഉള്ള അളവാണ് ഇവർ പറയുന്നത്. 5 ml. അത് നമ്മൾ കൊടുക്കുന്ന ഒരു ദിവസം 100 കോഴി നമ്മൾ ഒരു ബീസത്തിൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് കുടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് 5 ml ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ വീട്ടിൽ 100 കോഴി ഉണ്ടാവണമെന്നില്ല.
അപ്പോൾ നമുക്ക് വീട്ടിലുള്ള കോഴികളനുസരിച്ച് നമുക്ക് അതിൻ്റെ അളവനുസരിച്ച് കൊടുക്കാം. ഒരു കാരണവശാലും നേരിട്ട് ഇത് കൊടുക്കരുത്. നമുക്ക് മറ്റുള്ള മരുന്ന് കൊടുക്കും പോലെ തന്നെ വായിലേക്ക് ഇട്ട് ഒഴിക്കുകയോ ഡ്രോപ്പായിട്ട് ഒഴിച്ച് കൊടുക്കുകയോ ഒന്നും ചെയ്യരുത്. വെള്ളത്തിൽ കലക്കി മാത്രമേ കൊടുക്കാവുള്ളൂ. അതുപോലെ ഫുഡിലും കലത്തി കൊടുക്കണ്ട. ഫുഡിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഒഴിക്കുമ്പോൾ ഇപ്പോൾ 100 കോഴിക്ക് 5 ml ഒഴിക്കുമ്പോൾ നമ്മൊരു 100 കോഴിക്കുള്ള ഭക്ഷണം എടുത്ത് വെക്കണം. ആ 100 കോഴിക്കുള്ള ഭക്ഷണത്തിൽ 5 ml ഒഴിക്കുമ്പോൾ എവിടെ കൊള്ളാനാണ്? കാരണം മൊത്തത്തിൽ നമ്മൾ എങ്ങനെ കുഴച്ച് വന്നാലും എല്ലാ സൈഡിലേക്കും ഫുഡിൻ്റെ എല്ലാ സൈഡിലേക്കും ഈ മരുന്ന് എത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫുഡിലും കുഴച്ച് കൊടുക്കണ്ട, വെള്ളത്തിൽ പിച്ച് കൊടുത്താൽ മതി. അതാണ് കുറച്ചുകൂടി എളുപ്പം. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ശരിക്കും നമുക്ക് ഏറ്റവും കൂടുതലും അതായിട്ട് നോക്കണം, ക്ഷീണം വരുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും കൊടുക്കുക. വേറെ മരുന്നിൻ്റെ കൂടെ അതുപോലെ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ഇപ്പോൾ പശുവിന് ആടിന് ഇതിനൊക്കെ എന്തെങ്കിലും അസുഖം വരുമ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കാറുണ്ട്. അതുപോലെ കോഴിക്കും എന്തെങ്കിലും അസുഖം വരുമ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കാറുണ്ട്. ആ സമയത്ത് നമുക്ക് അതിൻ്റെ ഒപ്പം ഈ മരുന്ന് കൊടുക്കാവുന്നതാണ്. കൊടുക്കാൻ പറ്റിയതെന്ന് വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റ് മാറൂലേ, ക്ലൈമറ്റ് വന്ന മഴ കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു വെയിൽ അല്ലെങ്കിൽ രാത്രി നല്ല തണുപ്പ് പകലിങ്ങനെ അങ്ങനെ ക്ലൈമറ്റ് പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ കോഴികൾക്ക് ഇതിന് അവർക്ക് പെട്ടെന്ന് അത് പ്രതിരോധിക്കാൻ പറ്റാണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ മരുന്ന് അവർക്ക് ഇത് മരുന്നല്ല, വൈറ്റമിൻ മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഒരു ആരോഗ്യം കിട്ടും, പ്രതിരോധ ശക്തി കിട്ടും. അപ്പോൾ അങ്ങനെ ക്ലൈമറ്റ് ഇങ്ങനെ പെട്ടെന്ന് മാറുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് കൊടുക്കാം. നമുക്ക് ആഴ്ചയിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഈ മെഡിസിൻ തന്നെ ഇനി കണ്ടിന്യൂസ് കൊടുക്കണമെന്നില്ല. നമുക്ക് വീട്ടിലുണ്ടാകുന്ന നമ്മുടെ വീട്ടിൽ മുട്ടയൊക്കെ ഉപയോഗിച്ചിട്ട് മുട്ടത്തൊണ്ട് നമുക്ക് വലിച്ചെറിഞ്ഞ് കളയുമല്ലോ. ആ മുട്ടത്തൊണ്ട് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാതെ തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഉണങ്ങിയ ശേഷം അതായത് ആ മുട്ടത്തൊണ്ടൊന്ന് ഉണങ്ങിയ ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ആ പൊടിച്ചത് നമുക്ക് കോഴിക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്ന നല്ലൊരു വൈറ്റമിനാണ്. അതുപോലെ നമുക്ക് കക്കാത്തോണ്ട് എല്ലാവർക്കും കിട്ടണമെന്നില്ല, മുട്ടത്തൊണ്ടെന്നല്ല എല്ലാവർക്കും കിട്ടുമല്ലോ. കക്കാത്തോണ്ട് ചെറിയ ഇത്തിലുണ്ടല്ലോ, ആ ഇത്തില് കിട്ടുന്നതനുസരിച്ച് നമുക്കതും പൊടിച്ച് കൊടുക്കുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ്. പിന്നെ പ്രാവുകൾക്കൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ അങ്ങോട്ട് ബിറ്റ് എന്ന് പറയുന്ന സംഭവം കിട്ടും. അത് ഇതുപോലെ കോഴികൾക്കും ഒക്കെ വൈറ്റമിൻ മുട്ട ഇടാനും ഒക്കെ നല്ല ഒരു വൈറ്റമിൻ അടങ്ങിയ സാധനമാണ്. കാരണം ഇത്തില് പോലത്തെ എല്ലാം കൂടി പൊടിച്ചൊരു സാധനമാണ് ഈ ബിറ്റ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടാറുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കോഴികൾക്ക് കൊടുക്കാം, മുട്ടയിടാൻ വേണ്ടി. നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴികൾക്ക് കിട്ടാൻ വേണ്ടിയാണല്ലോ എല്ലാവരും ഇങ്ങനെ വൈറ്റമിൻ മരുന്നും എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.